ഹലോ, സെറാസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് വർക്കല ബീച്ചിലേക്കാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം നല്ല തിരക്കുണ്ട്. നമുക്ക് ആദ്യം പോയി വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ. ആളുകളെയൊക്കെ ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മളിപ്പോൾ എത്രയോ അടി ഉയരത്തിലാണ് നിൽക്കുന്നത്. പിന്നെ സൺസെറ്റിൻ്റെ കറക്റ്റ് ടൈമാണ്. അപ്പോൾ ബീച്ചിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പം നമുക്കിനി നേരെ ബീച്ചിലേക്ക് പോകാം. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ബീച്ചുകളും പുഴകളും മലകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിലെ ഏറ്റവും മികച്ചതാണ് ഈ ഒരു വർക്കല ബീച്ച്. ഇതിന് പാപനാശം എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇവിടെ ബലികർമ്മങ്ങളൊക്കെ നടത്താറുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് കണ്ടല്ലോ, ഇത്തരത്തിലുള്ള കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഈ വർക്കല ബീച്ച്. ഇവിടെ പാരാഗ്ലൈഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. 4000 4500 എങ്ങാണ്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. സൺസെറ്റിന്റെ ടൈമിലുള്ള ആ ഒരു വ്യൂ കണ്ടോ, അടിപൊളിയാണല്ലേ. ഒരു ജിയോളജിക്കൽ പാർക്കായിട്ടാണ് വർക്കല ബീച്ചിനെ കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 80 അടി ഉയരമുള്ള മലഞ്ചെരിവുണ്ട് ഇവിടെ. ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ് കാണാൻ. ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ തിരമാലകൾക്ക് കുറച്ച് ശക്തി കൂടി വന്നിട്ട് കുറച്ച് അപകടങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു ബീച്ച് കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കടലിൽ ഇറങ്ങി കുളിക്കുന്ന ആൾക്കാരെയൊക്കെ ഗാർഡുകൾ ശരിയായ സമയത്ത് നിയന്ത്രിക്കുന്നുണ്ട്. ഈ ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം. പിന്നെ ശിവഗിരി മഠവും ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ആ കാണുന്ന ഭാഗത്താണ് നമ്മൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ബീച്ച് റിസോർട്ടാണ്. ഇവിടെ ബീച്ച് റിസോർട്ടുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു, അതൊക്കെ നശിച്ചു പോയി. ഇപ്പം അതൊന്നും കാണാനില്ല. ഇവിടെ ആളുകളൊക്കെ സൺസെറ്റ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കുറേ ആളുകളൊക്കെ തിരമാലയിൽ ചാടി കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ഈവനിങ് ടൈം എൻജോയ് ചെയ്യുകയാണ്. എന്തായാലും അടിപൊളിയാണ് ഈ കാഴ്ച, ഒരു രക്ഷയില്ലത്. ബലികർമ്മങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അത് കടലിൽ ഒഴുക്കുമല്ലോ. അപ്പോൾ അതിന് തിരമാല അടിച്ച് അത് വീണ്ടും കരയിലേക്ക് തന്നെ വരാറുണ്ട്. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു ഏരിയ. ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ. പിന്നെ ഐസ്ക്രീം ഷോപ്പുകൾ, ടീ ഷോപ്പുകൾ, അങ്ങനെ ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട്. വർക്കലയിലേക്ക് വരാനുള്ള ഏറ്റവും അടുത്ത എയർപോർട്ട് ട്രിവാൻഡ്രം എയർപോർട്ടാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിൽ വർക്കല റെയിൽവേ സ്റ്റേഷനും കൊല്ലം റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വർക്കല ബീച്ചിലെ വിശേഷങ്ങളും കാഴ്ചകളും. അപ്പോൾ ഇനി നമ്മൾ പോവുകയാണ്. അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ ഷോപ്പുകളും പിന്നെ റിസോർട്ടുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബായ്.